നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തമിഴ്നാടിൻ്റെ സൂപ്പർ താരങ്ങളായ CM ദളപതി വിജയും GM പ്രജ്ഞാനന്ദയും തമ്മിൽ നടന്ന ഒരു ഫ്രണ്ട്ലി ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ CM വൈറ്റ് സൈഡും GM ബ്ലാക്ക് സൈഡും കളിക്കുന്നത്. വൈറ്റ് വളരെ റയറായിട്ടുള്ള ഒരു ഓപ്പണിംഗാണ് സെലക്ട് ചെയ്യുന്നത്. ആദ്യം തന്നെ H4 മൂവ് ചെയ്യുന്നു. ഇത് പ്രധാനപ്പെട്ട ഓപ്പണിങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണയുള്ള പ്ലെയേഴ്സിനെതിരെ കളിക്കുമ്പോൾ അവരുടെ പ്രധാന ഓപ്പണിങ്ങളിൽ നിന്നും മാറി ചിന്തിപ്പിക്കുന്നതിനായിട്ട് വൈറ്റ് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഓൺലൈൻ ചെസ് കളിക്കുമ്പോൾ മാഗ്നസ് കാൾസനും ഹിക്കാരു നാക്കമുറയും ഒരുപാട് ഗെയിമുകൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ച് ജയിച്ചിട്ടുണ്ട്. മാർസൽ ഡെപ്രസ് എന്ന ഫ്രഞ്ച് ചെസ് പ്ലെയറാണ് ആദ്യമായിട്ട് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓപ്പണിംഗ് ഡെപ്രസ് ഓപ്പണിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് ഗാബർ കാദാസ് എന്ന ഹംഗേറിയൻ ചെസ് പ്ലെയർ ഒരുപാട് ടൂർണമെൻറ്റുകളിൽ സ്ഥിരമായിട്ട് ഈ ഓപ്പണിംഗ് ഉപയോഗിച്ചതോടെ ഇത് കാദാസ് ഓപ്പണിംഗ് എന്നും അറിയപ്പെടുന്നുണ്ട്. നമുക്കെന്തായാലും ഇനി ഗെയിമിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. ബ്ലാക്ക് എന്തായാലും ഇപ്പോൾ ഈ പോണിനെയോ അല്ലെങ്കിൽ ഈ റൂക്കിനെയോ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം മാക്സിമം സെൻറ്റർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആദ്യം E5 മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോഴും സെൻറ്ററിലെ പോണുകൾ മൂവ് ചെയ്യുന്നില്ല. വീണ്ടും സൈഡിലെ പോണിനെ മൂവ് ചെയ്യാണ്. A4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് സെൻറ്റർ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യുന്നു. വൈറ്റ് G3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത പീസിനെ കൂടെ ഡെവലപ്പ് ചെയ്യാണ്. നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് B3 മൂവ് ചെയ്തുകൊണ്ട് അടുത്ത ബിഷപ്പിൻ്റെ ഡയഗണൽ കൂടെ ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ കൂടെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റ് ബിഷപ്പിനെ H3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു ബിഷപ്പ് എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ബിഷപ്പ് വെച്ച് ബിഷപ്പിനെ ഒട്ടുന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു കൊട്ടുന്നു. ഇവിടെ ബ്ലാക്ക് അടുത്തൊരു പീസിനെ കൂടെ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം കിങ്സിലേക്കും ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. ബിഷപ്പിനെ C5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F2 സ്ക്വയറിലേക്ക് ഒരു കൺട്രോൾ വരുന്നു. വൈറ്റ് വേഗം E3 മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ബ്ലാക്ക് വേഗം ആ ഡയഗണൽ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. D4 മൂവ് ചെയ്തുകൊണ്ട് പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോൺ കിട്ടുന്നില്ല. പകരം നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോവുകയാണ്. പോൺ വെച്ച് പോൺ കിട്ടുന്നു. വൈറ്റ് F പോൺ ഉപയോഗിച്ച് തിരിച്ചു കിട്ടുന്നു. ഈ സമയത്ത് ബ്ലാക്ക് E4 മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റിൻ്റെ കിങ് സൈഡ് പൂർണ്ണമായിട്ടും വീക്കായിരിക്കുകയാണ്. അവിടേക്ക് വേഗത്തിലൊരു അറ്റാക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ബ്ലാക്ക് ആദ്യം നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ ഒട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചൊട്ടുന്നു. ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കാണ്. എന്നാൽ ബ്ലാക്ക് ബിഷപ്പ് വെച്ച് തിരിച്ചൊട്ടുന്നില്ല. പകരം ക്വീനെ വെച്ച് തിരിച്ചൊട്ടിക്കൊണ്ട് റൂക്കിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇതിപ്പോൾ ഒരു ഡബിൾ അറ്റാക്കാണ്. റൂക്കിനെതിരെ അറ്റാക്കും ഇവിടെ F2-വിൽ ചെക്ക്മേറ്റിനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഈ റൂക്കിനെതിരെയുള്ള അറ്റാക്ക് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. C3 മൂവ് ചെയ്തുകൊണ്ട് റൂക്കിനെതിരെയുള്ള അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം ക്വീനെതിരെ അറ്റാക്കും കൊടുക്കുന്നു. ഈ സമയത്ത് ക്വീൻ F2ലേക്കും ചെക്കുന്നതോടെ ചെക്ക്മേറ്റായി. വീഡിയോയുടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു ഫ്രണ്ട്ലി ഗെയിമായിരുന്നു. നോർവേ ചെസ് കിരീടം നേടിവന്ന പ്രജ്ഞാനന്ദയെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കുന്നതിനിടയിൽ അവർ കളിച്ചൊരു ഗെയിമാണ്. പ്രജ്ഞാനന്ദയ്ക്ക് അദ്ദേഹം വലിയൊരു തുക സമ്മാനവും കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിച്ച ഈ ഒരു പ്രോത്സാഹനം പ്രജ്ഞാനന്ദയ്ക്ക് ഇനിയും ഒരുപാട് ടൂർണമെൻറ്റുകൾ വിജയിക്കാനും അതുപോലെ നമ്മുടെ ഗുഗേഷിന് വരുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പ് നിലനിർത്താനും ഇരട്ടി ഊർജ്ജം നൽകുന്നതെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.